കമ്പനി എന്താണോ പറയുന്നത്, ലീഡേഴ്സ് എന്താണോ പറയുന്നത്, ഇതൊക്കെ ഇവിടെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ഒരാൾ കോടീശ്വരനായി അല്ലെങ്കിൽ ലക്ഷപ്രഭുവായ ഒരു ചരിത്രം നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. 2025 1,80,00,000 അഭ്യസ്തവിദ്യരായ യുവാക്കൾ ഈ ബിസിനസ് ഏറ്റെടുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത് വെറും ഊഹാപോഹല്ല. ഈ ഒരു ബിസിനസ് ഏകദേശം 12 വർഷം കഴിഞ്ഞു ഈ ഒരു കമ്പനിയുടെ കാലാവധി. എന്നാൽ എനിക്ക് കഴിഞ്ഞ ജനുവരി മാസത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കമ്പനിയെ കുറിച്ചും ഉൽപ്പന്നങ്ങളെ കുറിച്ചും അറിയാൻ കഴിഞ്ഞത്. അതുവരെ ഇങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത, ഈ അടുത്ത കാലത്ത് മാത്രം കേട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള കുറേയേറെ ആളുകൾ ഉണ്ടാവും. അവര് ഈ കമ്പനിയെ കുറിച്ച് എന്ത് മനസ്സിലാക്കി, എന്താണ് അവര് ഈ കമ്പനിയുടെ വരാനുള്ള കാരണം എന്നൊക്കെ പലതും ഇപ്പൊ നമ്മൾ സാധാരണ ലീഡേഴ്സ് ഒക്കെ പറയാനുള്ളത് പോലെ ആരുടെയൊക്കെയോ നിർബന്ധം, ആരൊക്കെയോ ഒന്നും വേണ്ട, ജസ്റ്റ് ഐഡിയ അടിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ഐഡിയ അടിച്ച് പിന്നെ മോർണിംഗ് മീറ്റ് ഒന്ന് കേട്ട് നോക്കുക എന്ന് പറയും. അങ്ങനെ കേട്ട് നോക്കുന്ന സമയത്ത് കുറെ ആളുകൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ടുള്ള ആളുകളും ഉണ്ടാവാം. ഏതായിരുന്നാലും എത്തിപ്പെട്ടത് ഒരു മഹാ സംഭവത്താണ്, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ലോകത്താണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് അത്തരം ആളുകളോട് പറയാനുള്ളത്. നമുക്കറിയാം ഇന്നത്തെ നാട്ടിലെ ഒരവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ മൊത്തത്തിലുള്ള അവസ്ഥ. ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം പോയി. അതായത് സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടല്ലോ. അങ്ങനെ സാമ്പത്തിക അവസ്ഥ വളരെ പിന്നോക്കമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങൾക്ക് നിലവിലുള്ളത്. ഇവിടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. എന്നാൽ ജനസംഖ്യയിൽ വലിയ വർധനവുണ്ട്. പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യർ. പണ്ട് കാലത്താണെങ്കിൽ ഒരു 10-15 വർഷം മുന്നേ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അഭ്യസ്ത വിദ്യരായ ആളുകൾ കുറവായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രാഥമിക വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ തൊഴിലിന് പോവുക എന്നുള്ളൊരു സിസ്റ്റം ആയിരുന്നു. എന്നാൽ ഇന്നതല്ല. വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണെങ്കിൽ പോലും മക്കളെ നന്നായി പഠിപ്പിക്കണം, നല്ല ജോലി വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡിലേക്ക് ആളുകൾ പോയി. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഉന്നത വിദ്യാഭ്യാസം മക്കൾക്ക് ലഭിക്കണം എന്ന് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നു. ലോൺ എടുത്തിട്ട് പോലും പഠിപ്പിക്കുന്നു. പണ്ട് കാലത്തൊന്നും നമ്മൾ കേൾക്കാത്ത സംഭവമാണ് വിദ്യാഭ്യാസ ലോൺ. പഠനത്തിന് വേണ്ടിയിട്ട് ലോൺ, നമ്മൾ വീട് വെക്കാൻ ലോൺ എടുത്തതെന്നും മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ലോൺ എടുത്തതെന്നും ഒക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ പഠനത്തിന് വേണ്ടി ലോൺ എടുക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോയി. അങ്ങനെ പഠിച്ച് ഈ കുട്ടി ഏതെങ്കിലും ജോലിയിൽ പ്രവേശിച്ച് അതിനുശേഷം മാത്രം അതിന്റെ ലോൺ അടച്ചാൽ മതി എന്നതാണ് വ്യവസ്ഥ. എന്നാൽ അങ്ങനെ ആ പറയുന്ന രീതിയിലേക്ക്, നല്ല ഒരു നിലവാരത്തിലേക്ക് ഈ കുട്ടിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് പഠിച്ചു എന്നാൽ അത്തരത്തിലുള്ള കാര്യമായ ജോലി ലഭിച്ചില്ല എങ്കിൽ പോലും ഈ ഒരു ലോൺ അടക്കാൻ പിന്നീട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിനിടയ്ക്ക് ജീവിതത്തിലെ മറ്റു പ്രതിസന്ധികൾ, ഇതൊക്കെ മനുഷ്യരെ വല്ലാത്തൊരവസ്ഥയിലേക്ക്, ആത്മഹത്യയിലേക്ക് പോലും എത്തിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇനി എന്തുണ്ട് മാർഗം എന്ന് ചോദിച്ചാൽ ഞാൻ തീർത്ത് പറയുന്നു, ഡയറക്റ്റ് സെല്ലിംഗ് അല്ലാതെ ഇനി സാധാരണക്കാരായ ഒരാൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നല്ല ഒരു ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കാൻ യാതൊരു വഴിയും വേറെ ഇല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, മറ്റെന്തെങ്കിലും ഒരു മേഖല, ഒരു സാധാരണക്കാരായ ഒരാൾക്ക് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് മാറാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒരു മേഖല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അത് അംഗീകരിക്കാമെന്നും ഞാനത് ഉൾക്കൊള്ളുമെന്നും ഒരുപാട് ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാളും ഇന്ന് വരെ അത്തരം ഒരു സംഭവം നിങ്ങൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു മേഖല ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. എന്റെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 15-20 വർഷത്തോളമായിട്ട് ജേർണലിസം ഫീൽഡിലായിരുന്നു. ന്യൂസ് 18 ചാനൽ, 24 മാതൃഭൂമി, കൈരളി മീഡിയ 1, അങ്ങനെ ഒരുപാട് ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നിലവിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും റിസൈൻ ലെറ്റർ കൊടുത്ത് എനിക്ക് ഇനി തുടരാൻ കഴിയില്ല എന്നും എന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്നും പറഞ്ഞ് റിസൈൻ ലെറ്റർ കൊടുത്തിരിക്കുകയാണ്. ഒരു 6 മാസക്കാലം, കഴിഞ്ഞ ജനുവരി ആദ്യവാരം മുതൽ 6 മാസക്കാലം ഞാൻ ഈ കമ്പനിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വേണ്ടി പറയാം.
ആദ്യത്തെ ഒരു മാസം ഏതായിരുന്നാലും കാര്യമായ വർക്കൊന്നും ചെയ്യാതെ ജനുവരിയിൽ ഐഡിയ അടിച്ചു. ഇതെന്താണെന്ന് പഠിക്കട്ടെ എന്ന് മനസ്സിലാക്കി കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കി. ആ ഒരു ലെവലിൽ അങ്ങനെ ഇരുന്നതാണ്. ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുക എന്നത് മാത്രമല്ല, ഈ കമ്പനി എന്താണെന്നും എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നും ഇതിൽ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതൊരാളോട് പറയാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ അങ്ങനെ ചെലവഴിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഒരു 6 മാസക്കാലത്തോളം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ പരിഗണന കൊടുത്തത് എന്റെ നിലവിലുള്ള ജോലിക്കായിരുന്നു. ആ ജോലിക്ക് തടസ്സം വരാത്ത രീതിയിലാണ് ഞാനിത് ചെയ്തത്. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഈ ബിസിനസ്സിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കണമെങ്കിൽ ഇതൊരു ഫുൾ ടൈം ആയിട്ട് ചെയ്യുകയും നിലവിലുള്ള ജോലി ഒഴിവാക്കുകയും വേണം. മാത്രമല്ല, നിലവിലുള്ള ആ ജോലിയിൽ ഞാൻ ഇനി 10 കൊല്ലം കൂടി ഇതേപോലെ തുടർന്നാൽ പോലും വലിയ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നും, നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 10-65 രൂപ അത് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് 70-75 ഒക്കെ ആയേക്കാം, 80 എത്തിയേക്കാം എന്നല്ലാതെ അതിന്റെ മുകളിലോട്ടൊന്നും വലിയ പോക്ക് പോകൂല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒരു 6 മാസക്കാലത്തിന് ശേഷം ഏകദേശം കഴിഞ്ഞ ഒരു 4-5 മാസത്തോളം ഇതൊരു ഏകദേശം ഫുൾ ടൈം ആയിട്ടും ജേർണലിസം ഫീൽഡ്, മാധ്യമ പ്രവർത്തനം പാർട്ട് ടൈം ആയിട്ടും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ആ ഒരു മേഖല ഉണ്ടാകുന്ന സമയത്തും എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ എന്റെ ഒരു കുറച്ച് കഴിവ് അല്ലെങ്കിൽ കുറച്ച് സമയം ഞാൻ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് ഇവിടെ ഫുൾ എഫേർട്ട്, അതായത് എന്റെ കഴിവും എന്റെ സമയവും പൂർണ്ണമായിട്ടും ഇവിടേക്ക് വിനിയോഗിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് തിരിച്ചറിയുന്ന അടിസ്ഥാനത്തിലാണ് ഈ മാസത്തോടു കൂടി ആ ജോലിയെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇന്നലെ രാത്രി ഓഫീസിൽ നിന്നുള്ള കമ്പ്യൂട്ടർ എടുത്തൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ അവിടെ ഓഫീസൊക്കെ മറ്റൊരാൾക്ക് കൈമാറി ഈ 1-ാം തീയതിയോട് കൂടി അവർ എഗ്രിമെന്റ് ചെയ്ത് അങ്ങനെ ഒരു പൂർണ്ണമായിട്ടും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയാണ് DTC റാങ്കിലേക്ക് എത്തിയത്. ഇത് ഞാൻ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് 11 മാസം കൊണ്ട് DTC റാങ്കിൽ എത്തി എന്നത് അത്ര വലിയ സംഭവം അല്ലെങ്കിലും ഒരു 4-5 മാസക്കാലം മാത്രമാണ് ഫുൾ ടൈം ആയിട്ട് ഞാൻ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനത്തെ എനിക്ക് DTC റാങ്കിൽ 11 മാസം കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതൊരാൾക്കും സാധിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുമ്പോൾ എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ. ഇത്തരം ആളുകളിലേക്ക് ഈ ബിസിനസ് എത്തിച്ചു കൊടുത്താൽ എന്നേക്കാൾ പണത്തിന് അത്യാവശ്യമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. കടം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. അതുപോലെ നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് ഈ ബിസിനസ് എത്തിച്ചു കൊടുത്ത് അവർ ഈ ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളെങ്കിലും എന്റെ ജീവിതത്തിലും ഉണ്ടാവും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു നോക്കുന്ന സമയത്ത് പല ആളുകളുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ച് എന്റെ ആഴ്ച വരുമാനവും വർദ്ധിക്കാൻ തുടങ്ങി. അവർക്ക് 1000 കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കും 1000 കിട്ടും എന്നൊരവസ്ഥയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇനി നോക്കി നിന്നാൽ പറ്റില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫുൾ ടൈം ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ. പാർട്ട് ടൈം ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ചില്ലറ എന്താ പറയാ ചില്ലറ പൈസ, ചായ പൈസ ഉദ്ദേശിച്ചാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിലവിലുള്ള ജോലിയുടെ കൂടെ ചായ പൈസക്കും വണ്ടിക്കൂലിക്കും അല്ലെങ്കിൽ പെട്രോൾ പൈസക്കും ആണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ തുടരാം. അതല്ല, ഇതിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിലവിലെ ജോലി എന്ത് തന്നെയാണെങ്കിലും ഇന്ന് ഭൂമി ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിലവിലുള്ള എന്ത് ജോലിയാണെങ്കിലും ആ ഒരു ജോലി മാറ്റി വെച്ചുകൊണ്ട് ഇതൊരു ഫുൾ ടൈം കരിയർ ആയിട്ട് എടുക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. നഷ്ടമായിട്ട് ഒന്നും വരില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 10 വർഷത്തിലധികം ശക്തമായ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പുണ്ണ് പ്രശ്നങ്ങൾ കാരണം വലിയ പ്രയാസം അനുഭവിച്ചതാണ്. കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിൽ വെച്ച് എൻഡോസ്കോപ്പി ചെയ്ത് ചികിത്സിച്ചു. കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് എൻഡോസ്കോപ്പി ചെയ്തു. ഒരുപാട് മാസങ്ങൾ ഗുളിക കുടിച്ചു. പിന്നീട് ഏറ്റവും അവസാനമായിട്ട് മെഡിക്കൽ കോളേജിൽ വലിയൊരു സർജന്റെ അടുത്ത് പോയിട്ട് കാണിച്ചു. കുറെ മാസങ്ങൾ എന്ന് തന്നെ പറയാം ഗുളിക കുടിച്ചു. ഒരു ഗുണവും എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ സമയത്താണ്
നമ്മുടെ കമ്പനിയിലെ ലിവാഗെയിൻ, ഇമ്മ്യൂണോ3 പ്ലസ്, പ്രോബയോട്ടിക് എന്നീ 3 ഉൽപ്പന്നങ്ങൾ ഞാൻ മനസ്സിലാക്കി അത് ഉപയോഗിക്കുന്നത്. 2-3 ആഴ്ചകൾ കൊണ്ട് തന്നെ വലിയ മാറ്റം എനിക്ക് ഉണ്ടായി. പിന്നീട് ഞാനത് കുറച്ചൊരു 6 മാസത്തോളം നിർത്താതെ ഉപയോഗിച്ച സമയത്ത് ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത രീതിയിലുള്ള ആനന്ദം എന്ന് തന്നെ പറയാം. ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. എന്നാൽ നേരത്തെ ബിരിയാണിയോ നെയ്ച്ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണക്കടികളോ അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ തുടങ്ങും നെഞ്ചരിച്ചില്. ജ്യൂസ്, ചെറുനാരങ്ങ പോലത്തെ അല്ലെങ്കിൽ നമ്മളെ പൈനാപ്പിൾ പോലത്തെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പപ്പായ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒന്നും പ്രശ്നമല്ല എന്ന് മാത്രമല്ല, എല്ലാം ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. എന്ന് കരുതി ഫുഡ് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പല പ്രയാസങ്ങളും ഉണ്ടാകുമെന്നത് മറ്റൊരു കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അത് ശ്രദ്ധിക്കാറുണ്ട്. മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ബിസിനസ് കൊണ്ട് നേടിയിട്ടുള്ള ഏറ്റവും വലിയ അസറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. ഇതാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, ഈ സൂം മീറ്റുകളിൽ എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ ആർക്കാണോ ഈ ബിസിനസ് എത്തിച്ചു കൊടുക്കുന്നത് അവരിൽ മാറ്റം ഉണ്ടാവും, ഒരു സംശയമില്ല. ഈ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ഒരുപാട് ആളുകളോട് പറയുന്നു, അവരൊക്കെ പറയുന്നു അങ്ങനെ പല കമ്പനികളും വന്നിട്ടുണ്ട്, അങ്ങനെ പല സാധനങ്ങളും വന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ തട്ടിപ്പാണ്, വെറുതെ അതിലൊന്നും പോയി തലവെക്കാൻ നിൽക്കേണ്ട, അതൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ധാരാളം അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അടുത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്താണെന്ന് ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒരു പരിധി വരെ ഞാൻ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റെടുക്കാൻ ഇപ്പോഴും അത്രക്ക് തയ്യാറാവാത്ത കുറച്ച് ആളുകളുണ്ട്. അവർ ഇതിന് കുറ്റമൊന്നും പറയുന്നില്ല, അവർക്ക് എതിർപ്പും പ്രശ്നങ്ങളൊന്നുമില്ല. ചെയ്യാം നോക്കാം എന്നുള്ള വർത്തമാനത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ നഷ്ടം അവർക്ക് മാത്രമാണ് എന്ന് അവര് തിരിച്ചറിയണം. കാരണം ഞാൻ ഇപ്പോ എന്റെ ടീമിലുള്ള ആളുകളിൽ വളരെ ഒരു 1% മാത്രമേ ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ബാക്കിയുള്ള ആളുകൾ ഈ ബിസിനസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കുക, വേറെ ആളുകൾ ഇനിയും ഉണ്ടല്ലോ. എന്റെ ലിസ്റ്റ് ഏകദേശം ഒരു 120ഓളം ആൾക്കാരുടെ ലിസ്റ്റായിരുന്നു ഫസ്റ്റ് ഞാൻ തയ്യാറാക്കി. അതിൽ നിന്ന് 6 പേരെ മാത്രമേ ഞാൻ ഇതുവരെ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിച്ചിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നുണ്ട് 114 പേര് എന്റെ ബുക്കിൽ. ഈ 114 ആളുകളിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് 114 ഒരു 14 ആളെങ്കിലും ജോയിൻ ചെയ്യിച്ചെടുക്കാൻ പറ്റും. ഈ 14 ആളുകൾ ഈ ബിസിനസ്സിലൂടെ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു സംശയവുമില്ല, എന്റെ ഭാവി വാസു അല്ലെങ്കിൽ ഭാവി ഭദ്രമായി എന്ന് പറയാം. അത്രയ്ക്ക് സാധ്യതയാണ് ഈ ബിസിനസ്സിന്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ട് എന്റെ ടീമിലുള്ള ഒരാള് അതിന്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. നമ്മുടെ ഇതിന്റെ ഈ കമ്പനിയിലുള്ള ഒരു മുതിർന്ന ലീഡർ ആയിട്ടുള്ള പ്രസാദ് സാറിന്റെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കാൻ കഴിയില്ല എങ്കിലും വിശ്വസിച്ചേ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ മകൾക്ക് കൊടുത്ത സ്വർണവും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മറ്റൊരാളുടെ പോസ്റ്റാണ്. അങ്ങനെ വേറെ കുറെ പോസ്റ്റുകൾ. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് കമ്പനി എന്താണോ പറയുന്നത്, ലീഡേഴ്സ് എന്താണോ പറയുന്നത്, ഇതൊക്കെ ഇവിടെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ഒരാൾ കോടീശ്വരനായി അല്ലെങ്കിൽ ലക്ഷപ്രഭുവായ ഒരു ചരിത്രം നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. സർക്കാർ ജോലി ലഭിച്ച് സർക്കാർ ജോലിയിൽ നിന്ന് സമ്പന്നനായി മാറിയ ഒരാളെ കുറിച്ച് നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. എന്നാൽ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ വന്ന് അതിന്റെ ഭാഗമായി, അതിൽ ജോലി ചെയ്തതിന്റെ ഭാഗമായി ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായ ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാനുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം മുട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് 100% യാഥാർത്ഥ്യമായ കാര്യങ്ങൾ. നമ്മൾ ഏത് പ്രൊഡക്റ്റ് കൊടുത്താലും 100% റിസൾട്ടാണ്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അതുകൊണ്ട് ഗുണം ഉണ്ടായില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇന്നേവരെ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് ചെറിയ കാരണങ്ങൾ ഉണ്ടാവാം. അതായത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെ, അവരുടെ പ്രയാസം എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കാം. ആ വിഷയം പരിഹരിച്ച് അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, 100% വിജയം. ഈ അടുത്ത് എന്റെ ടീമിലുള്ള ഒരാളുടെ
ഒരാൾ ഒരു 25,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെനിക്ക് ഇങ്ങോട്ടൊരു ലിസ്റ്റ് അയച്ചു തന്നു. ഇത്രയും സാധനങ്ങൾ, ഒരു 10-12ഓളം സാധനങ്ങൾ, ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് തരണം, എനിക്ക് പകരം വേറെ 1-2 സാധനങ്ങൾ തരണം എന്നും പറഞ്ഞിട്ട്. കാരണം ഇവർ ചിന്തിച്ച് ഇതൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും, ഇത്രയും സാധനങ്ങൾ ഇത് എന്താ ചെയ്യത്തൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല, ഇതെന്താന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും വേണ്ട. ഓക്കെ, അടുത്ത ദിവസം വരെ വീട്ടിൽ മീറ്റിംഗ് വെച്ച സമയത്ത്, ഹോം മീറ്റിംഗ് വെച്ച സമയത്ത് ആ സ്പോട്ടിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന 4-5 ആളുകൾ ചോദിച്ച പ്രൊഡക്റ്റുകളൊന്നും കൊടുക്കാൻ അവരെ കയ്യിലില്ല. 25,000 രൂപയുടെ സാധനം അവർ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് ചോദിച്ച സാധനം കൊടുക്കാനില്ല. അവർക്ക് ചാമ്പിത്തൈലം കൊടുക്കേണ്ട ഒരാൾക്ക് ഇവർ ഉപയോഗിച്ചൊരു ചാമ്പിത്തൈലം ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കി കൊടുക്കാന്നാ പറയുന്നത്. വേറെ ഇപ്പൊ ഇല്ല. അങ്ങനെ അവസാനം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുത്തു. വേറെയും കുറെ അവർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അവരെടുക്കുകയും ചെയ്യാത്ത സാധനങ്ങൾ പോലും കൊടുത്തു. ഇപ്പൊ അവർക്ക് ബോധ്യമായി ഇതൊരു സംഭവമാണ്, ഈ ബിസിനസ് ഏറ്റെടുത്താൽ വിജയിക്കുമെന്ന്. ഇപ്പൊ ഇന്നലത്തെ സെയിലിന്റെയും ബിസിനസ് പരിചയപ്പെടുത്തി കൊടുത്ത ആൾക്കാർ ലിസ്റ്റൊക്കെ അയച്ചു തന്നു. ഐഡിയ അടിക്കാനുള്ള ആളുകളുടെ ഓരോ ദിവസവും അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഈ ബിസിനസ് എന്താണെന്ന് ചെറിയ രീതിയിൽ മനസ്സിലായ ആളുകൾ മുഴുവനും വളരെ സജീവമായിട്ട് ഇറങ്ങുന്നു. എന്നാൽ നമ്മൾ ലീഡേഴ്സിന്റെ ഒക്കെ നിർബന്ധ പ്രകാരം 5,000-നോ 10,000-നോ 25,000-നോ അല്ലെങ്കിൽ കുറഞ്ഞ എമൗണ്ടിന് പ്രൊഡക്റ്റ് എടുത്തിട്ട് അതങ്ങനെ അവിടെ കൊണ്ടുവച്ച് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ബിസിനസ് കൊണ്ട് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, മാനഹാനി എന്ന ഒരു സംഭവം, അതായത് ആത്മാഭിമാനം എന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ മാനഹാനിയെ നിങ്ങൾ ഭയക്കണം. നാട്ടുകാരെ മുന്നിൽ വെറുതെ വഷളാവാൻ നിൽക്കരുത്. ഈ ബിസിനസ് ചെയ്ത് കുറച്ച് കഴിയുന്ന സമയത്ത് പറയാം, അപ്പം എനിക്ക് മരുന്നച്ചവടമായിട്ട് ഇറങ്ങിയല്ലോ, വൈദ്യരായി വന്നീനല്ലോ, ഇപ്പൊ എന്തായി, വീണ്ടും പഴയ പണിക്ക് തന്നെ പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പരിഹസിച്ച് തള്ളുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുമെന്ന് നിങ്ങൾ ദയവായി ഓർക്കണം. ഒന്നുകിൽ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടും സജീവമായിട്ടും ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് നിർത്തി പോവുക. എന്നാൽ മാനക്കേട് ഉണ്ടാവില്ല. മാനക്കേട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇല്ലെങ്കിൽ വെറുതെ നാണം കെടാൻ നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്. കമ്പനിക്ക് നാണക്കേടൊന്നും ഉണ്ടാവില്ല, ലീഡേഴ്സിന് വലിയ നാണക്കേടൊന്നും ഉണ്ടാവില്ല. കാരണം ഈ കമ്പനി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്ത് സംഭവിക്കും എന്നുള്ളത്. അതിവിടെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഇതിൽ നിന്ന് വലിയ വലിയ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത നിലയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇവരിവിടെ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ് ഈ കമ്പനിയിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന്, ഈ കമ്പനിയെ നെഞ്ചോട് ചേർച്ചാൽ ഏത് രീതിയിലേക്ക് എത്തുമെന്നുള്ളതും. എന്നാൽ നമ്മൾ ഇത് കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് ലീഡേഴ്സിനെ നിർബന്ധപ്രകാരം എടുത്തു അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇന്നലെ ഒരാള് വിളിച്ചു, എന്നിട്ട് എന്റെ ഒരു അസോസിയേറ്റ്സ് ആണ് വിളിച്ചത്. അവര് വേറൊരാൾക്ക് ഫോൺ എടുത്ത് പറയണം അവരിങ്ങനെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് അങ്ങനെ പറ്റുന്നില്ല, നമ്മളെ കൂടെ വരണം, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോ ചോദിച്ചു, അദ്ദേഹത്തെ സംസാരിച്ചപ്പോ പറയാണ് ഇങ്ങനെ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നതാണ്, എനിക്ക് വേണ്ട രീതിയിലുള്ള സഹായം ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ടീമിലേക്ക് വരട്ടെ എന്ന്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു നിലക്കും അങ്ങനെ ഐഡിയ അടിച്ച് വേറെ ടീമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നിലക്കും ഇങ്ങനെ മറ്റൊരു ടീമിലേക്ക് വരാൻ കഴിയില്ല. നിങ്ങളെ ലീഡേഴ്സ് ആരാണ്, ലീഡേഴ്സ് ചോദിച്ചു നോക്കുന്ന സമയത്ത് ബെല്ലിസാറിന്റെ അസോസിയേഷനിലെ ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, അവരെ ലീഡറെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്ന ലീഡർ ആണല്ലോ, പിന്നെ എന്താണ് പ്രശ്നം, ഇനിയിപ്പോ നിങ്ങൾക്ക് അയാൾ ഏതെങ്കിലും അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിന്റെ താഴെയുള്ള 2-3 ആളുകളുടെ പേര് പറഞ്ഞു, അതിൽപ്പെട്ട ഒരാളുടെ ഭാഗത്തുനിന്ന് വേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളുടെ സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് ഇത്ര ലീഡേഴ്സ് ഉണ്ട്. ഇങ്ങനെ ബെല്ലിസാർ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടുങ്ങാൻ ആവശ്യമായ സപ്പോർട്ട് വാങ്ങുന്നതിന് ഒരു തടസ്സവും ഇല്ലല്ലോ. അത് ചെയ്യുന്നതിന് പകരം എനിക്ക് അവിടെ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ അക്കരപ്പച്ച കണ്ട് മാറാൻ ശ്രമിച്ചാൽ നമ്മൾ എവിടെ ഉണ്ടാവില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തോടത് ഇന്നലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പം ഇവിടെ ഏതെങ്കിലും 1-2 ലീഡേഴ്സിന്റെ മാത്രം സപ്പോർട്ടല്ല നമുക്ക് കിട്ടുന്നത്, ഒരുപാട് ലീഡേഴ്സിന്റെ സപ്പോർട്ട് കിട്ടാനുണ്ട്. വേറൊരു ബിസിനസ്സിലും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോ സാധാരണ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി സാധനങ്ങൾ ഒരു പക്ഷേ ലൈനിൽ ഇറക്കി തരും കടമായിട്ട്. ഈ ആഴ്ച ഇറക്കി തന്നാൽ അടുത്ത ആഴ്ച കൃത്യം ആ ദിവസം വരും, ആ സമയത്ത് തന്നെയായിരിക്കും മിക്കവാറും വരുന്നത്. കാശ് കൊടുക്കണം, അല്ലെങ്കിൽ മുഴുവൻ ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും കൊടുക്കേണ്ടി വരും. എന്നാൽ അത് വിൽപ്പന നടത്താനുള്ള യാതൊരു സപ്പോർട്ടും സഹായവും ആ കമ്പനീന്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയില്ല. ഇന്ന് ട്രഡീഷണൽ മേഖലയിലൊക്കെ അവസ്ഥ തന്നെയാണ്. എന്നാൽ ഇവിടെ അതല്ല, പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് സെയിലാക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ലീഡേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ലീഡേഴ്സ് അതിന് ഇപ്പൊ ആർക്കെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തുണ്ടെങ്കിൽ അതിന് ലീഡേഴ്സ് പോവുകയും ചെയ്തുകൊണ്ട്, ഇനി ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ട ആളുകളാണെങ്കിൽ അത് ചെയ്തുകൊണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം അവരിൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ സാധനം സെയിൽ ചെയ്ത്
ആ ക്യാഷ് തിരിച്ച് കയ്യിലേക്ക് എത്താനും റീപർച്ചേസ് ചെയ്യാനും ഇതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും കൃത്യമായിട്ട് ലീഡേഴ്സ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു ബിസിനസ്സിലും കിട്ടാത്തൊരു കാര്യമാണ്. ഒരു ബിസിനസ്സിലും ഒരു മേഖലയിലും ഉണ്ടാവില്ല. നമ്മൾ ചെയ്തോളാം. നമുക്ക് എന്തെങ്കിലും കഴിവില്ലായ്മയോ കുറവോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു സർക്കാർ മേഖലയിലാണെങ്കിൽ പോലും ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അവിടെ ഉണ്ടായ അയാളുടെ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ പോലും കൃത്യമായ സഹായം സപ്പോർട്ടുകൾ ഇവിടെ കിട്ടൂല. കാരണം അയാൾ ഇവരെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് ഇയാൾ അഥവാ അയാളെക്കാളും ഒരു കുറച്ചുകൂടി കഴിവുള്ള ആളായി മാറിക്കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം അവിടെ കുറയാണ്. എന്നാൽ ഇവിടെ ലീഡറുടെ സ്ഥാനം അപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുക ചെയ്യാം. അതുകൊണ്ട് തന്നെ ലീഡർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല, ഒരു കുറവും ഉണ്ടാവില്ല. യാതൊരു കുറവും വരുത്താത്ത സഹായം സഹകരണങ്ങളാണ്. അതായത് മറയില്ലാത്ത, നമ്മൾ പറയാറുണ്ട് എപ്പോഴും പിന്നെ ഇപ്പം ഒരു കായികാഭ്യാസം പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും ഒരടവ് മാറ്റി വെച്ചിട്ട് ബാക്കിയെ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. അതായത് ഈ പഠിക്കുന്ന ശിഷ്യൻ ഒരുപക്ഷെ ഗുരുവിനെ ആക്രമിക്കാനോ പിന്നെ കീഴ്പ്പെടുത്താനോ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അടവ് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയെ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ എന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ അതല്ല. എന്തൊക്കെ അറിയാമോ അതെല്ലാം ലീഡേഴ്സ് പറഞ്ഞു കൊടുക്കും. മാത്രമല്ല അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ലീഡേഴ്സും അത് ഏറ്റെടുക്കും. അതാണ് ഇവിടെ ആർക്കും അത്തരത്തിലുള്ള ഈഗോ എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവമുണ്ട്. അതൊന്നുമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. ഒറ്റ വാക്കേ ഇവിടെ പറയാനുള്ളൂ. ഇന്ന് ഭൂമി ലോകത്ത് നമ്മപ്പോലത്തെ ഒരു സാധാരണക്കാർക്ക് രക്ഷപ്പെടാൻ, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി വേറെ കിട്ടാനില്ല. എന്തെങ്കിലും ഉണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുകയാണെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ആർക്കെങ്കിലും അത് തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു MI ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഈ പറയുന്ന കമ്പനിയിൽ, അവർ പറയുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യും. ഒരു സംശയമില്ല. ഇത് ഞാൻ പബ്ലിക് ആയിട്ടാണ് പറയുന്നത്. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു പ്ലാൻ ഉള്ള, ഇതിനേക്കാൾ നല്ല പ്രൊഡക്റ്റുകളുള്ള, ഇതിനേക്കാൾ നല്ല ലീഡേഴ്സ് സപ്പോർട്ടുള്ള, ഇതിനേക്കാൾ നല്ല മാനേജ്മെന്റ് ക്വാളിറ്റി ഉള്ള കമ്പനി ഇന്ത്യ രാജ്യത്ത് ഇതുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഇതുണ്ട് എന്ന് പറയാൻ ഒരു മനുഷ്യനും കഴിയില്ല. അത് 100% ഉറപ്പാണ്. കമ്പനികൾ ധാരാളം ഉണ്ട്. ഏതെടുത്താലും 3200 കൊടുക്കേണ്ട കമ്പനികളുണ്ട്. പിന്നെ 150 രൂപ കൊടുത്തിട്ട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചാൽ 1 റുപ്യയും 2 റുപ്യയും കിട്ടുന്ന കമ്പനികളുണ്ട്. അങ്ങനെ കുറെ കമ്പനികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. വെറുതെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ ചില സ്റ്റാറ്റസുകൾ കണ്ട് കുറച്ച് ആൾക്കാരോട് പറയുന്നത് നാണക്കേട് മാനക്കേട് നിൽക്കരുത്. 2 രൂപ കിട്ടും ഒരു സ്റ്റാറ്റസ് വെച്ചാൽ എന്നും പറഞ്ഞിട്ട് സ്റ്റാറ്റസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് കവചപ്രാശിന്റെ ഒരു പോസ്റ്റർ ഇട്ട് സ്റ്റാറ്റസ് വെച്ചാൽ ഒരു മനുഷ്യൻ ഈ കവചപ്രാശ് വാങ്ങുകയാണെങ്കിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്? 400 രൂപ അവിടെ പ്രോഫിറ്റ് കിട്ടുമെന്ന് മാത്രമല്ല, ഇത് DP റേറ്റിൽ നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ കമ്പനി മാറ്റി വെച്ചിട്ടുള്ള ഇൻകം വേറെ ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചാൽ തന്നെയും ഈ മനുഷ്യൻ ഈ കവചപ്രാശ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആ ശാരീരിക പ്രയാസം മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ജീവിതകാലം മുഴുവൻ നമുക്ക് വേണ്ടി ഉണ്ടാവും. ആ ഒരൊറ്റ കാരണം മതിയാവും നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിലൂടെ കിട്ടുന്ന ടേൺ ഓവർ എത്രയായിരിക്കും നമുക്ക് കണക്കാക്കാൻ കഴിയോ? ഒരുപക്ഷെ നാളെ അദ്ദേഹം ITCയോ അല്ലെങ്കിൽ ഡയമണ്ടോ ഒക്കെ ആയി വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കോടികൾ എത്രയായിരിക്കും? ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ കവചപ്രാശിന്റെ സ്റ്റാറ്റസ് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ലിവഗൈന്റെ സ്റ്റാറ്റസ് വെച്ചാൽ ആൾക്കാർ ചോദിക്കോ ഇനിയിപ്പോ വൈദ്യരായോ ഡോക്ടറായോ ഇപ്പൊ മരുന്നച്ചോളം തുടങ്ങിയോ, എന്ത് തട്ടിപ്പും മരുന്ന്, അത് മുറിവൈദ്യൻ ആളെ കൊല്ലിട്ടോ, എന്താണ് പരിപാടി എന്ന് ചോദിച്ച ആൾക്കാർ കളിയാക്കും. അതുകൊണ്ട് ഞാനിപ്പോ അതൊന്നും വെക്കുന്നില്ല, ഇപ്പൊ വെച്ചാൽ ശരിയാവില്ല. എന്നാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള ചില പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ എവിടുന്നൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വെക്കും. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 റുപ്യ കിട്ടും, ആരും ഒന്നും ചോദിക്കുകയില്ല. എറണാകുളത്തോ കൊച്ചിയിലോ എവിടെ ഉള്ള ആശുപത്രിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെന്തോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് കോഴ്സുകളെ കുറിച്ചൊക്കെ പോസ്റ്റർ ആയിക്കൊണ്ടാവാം. അപ്പൊ ഒരു പ്രശ്നമില്ല, ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ 1 റുപ്യന്റെ ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നാണം കിട്ടുക. കാരണം ഇപ്പൊ ആളുകൾക്ക് അറിയാം ഇതൊക്കെ 1 റുപ്യ 2 റുപ്യ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റസ് ആണ്. അങ്ങനത്തെ സ്റ്റാറ്റസും വെച്ച് നടക്കുക നമ്മള്. അപ്പൊ ഇവിടെ പറയാനുള്ളത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്താൽ വിജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. പരാജയപ്പെട്ട ഒരു ചരിത്രം ഇതിലില്ല. കൃത്യമായി നമ്മൾ ലീഡേഴ്സ് പറയുന്നതിനനുസരിച്ച് ഫോളോ ലീഡേഴ്സിനെ ഫോളോ ചെയ്താൽ, അതായത് കല്ലും മുള്ളും നിറഞ്ഞ പാതകളിൽ ഇതൊക്കെ മാറ്റിയിട്ട് നല്ല പരവതാനി വിരിച്ച് കോൺക്രീറ്റ് ചെയ്ത് പരവതാനി വിരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് മെത്ത വിരിച്ച് വെച്ചിട്ടുണ്ട്, കയറി കടന്നാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ലീഡേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട്.
അത് ഇനി ഏറ്റെടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അപ്പൊ പിന്നെ അവിടെ ലീഡേഴ്സ് പറയുന്ന പോലെ ഈ ഒഴുകി പോകുന്ന മനുഷ്യന് കയറിട്ട് കൊടുത്തിട്ട് ഇത് ISI മാർക്കുള്ളതാണോ നോക്കി നിൽക്കുകയാണെങ്കിൽ ഓനങ്ങ് ഒഴുകി പോയിക്കോട്ടെ എന്നല്ലാതെ ഒന്നും ചിന്തിക്കാനില്ല അവിടെ. വിരിച്ചു വെച്ചിട്ടുള്ള മെത്തയുടെ അതുകൊണ്ടുള്ള ബെഡ്ഷീറ്റിന്റെ കമ്പനിയും അതിന്റെ റേറ്റും അത് ഒറിജിനൽ ആണോ, ഇത് വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളതാണോ, അതുകൊണ്ട് ഇനി സൈഡ് എഫക്ട് ഉണ്ടാവോ ഒന്ന് നോക്കി നിൽക്കുകയാണെങ്കിൽ കിടന്നുറങ്ങേണ്ട വേറെ പുതിയ ബെഡും മെത്തയും റൂമും റെഡിയാക്കിയിട്ട് അവിടെ കിടക്കായിരിക്കും നന്നാകുക. പക്ഷെ ഈ ജീവിതത്തിൽ നടക്കൂല എന്ന് മാത്രം ചിന്തിക്കുക. ഇത് ഇവിടെ ഏറ്റെടുത്ത് മുന്നോട്ട്, അതായത് പിന്നെ വെല്ലി സാറൊക്കെ പറയാറുണ്ട്, പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, മംഗലാപുരത്തൊക്കെ പോയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന കഥകള്, ട്രെയിനിൽ കിടന്നതും റെയിൽവേ സ്റ്റേഷനിൽ തറയിൽ കിടന്നുറങ്ങിയതും ഒക്കെ. ഇത് ഇന്ന് ITC എന്ന് പറയുന്ന വെല്ലി സാറ്. അപ്പൊ നമ്മൾ അതൊക്കെ തള്ളായിരിക്കും. തള്ളല്ല, 100% ഉള്ളതാണ്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു. പണ്ട് കാലത്ത് തന്നെ ഈ കമ്പനി തുടങ്ങിയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. വെറും 6 പ്രൊഡക്റ്റ്. അത് തന്നെ കിട്ടണമെങ്കിൽ ഇത്രയും ദൂരം കിലോമീറ്ററുകൾ പോയിട്ട് കിട്ടണം. അവിടെ പോയി പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്ത് ഇന്ന് 2,10,000 2 ITകൾ മുടങ്ങാതെ വാങ്ങുന്ന അവസ്ഥയിലേക്ക് ബെല്ലി സാറും അതിന്റെ മുകളിൽ ലീഡർ അതിനപ്പുറത്തേക്കും പിന്നെ ബിജു സാറെ പോലത്തെ ആൾക്കാരും പിന്നെ 2,10 വാങ്ങുന്ന അവസ്ഥയിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ ബിസിനസിന്റെ സാധ്യതയാണ്. ഇനി ഇതിലപ്പുറം എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത് ഈ ബിസിനസ് ചെയ്യാൻ? ഒന്നും കിട്ടാനില്ല എന്ന് മാത്രമല്ല, നമ്മൾ എവിടെ ഇല്ലാതായി പോയും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക, കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇത് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങുക, ഞാൻ കുറെ ആളോട് പറഞ്ഞു നോക്കി, ആരും വാങ്ങിയില്ല, സാധനമൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥ. പിന്നെ ചിലർ പറയുന്നത് ഞാൻ വാങ്ങി കുടുങ്ങിപ്പോയതാണ്, ഒരു പറഞ്ഞു കേട്ട് വാങ്ങിയതാണ്, പക്ഷെ ഒരു കാര്യമില്ല, അത് ആർക്കും കൊടുത്തിട്ട് വാങ്ങുന്നില്ല, വില കൂടുതലാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി ഒരു വലിയ പ്രയാസം ഉണ്ടായിട്ട് ഒരു ഡോക്ടറെ കാണുന്ന സമയത്ത് അന്നപ്പോ സ്കാനിങ്ങിന് എഴുതുകയാണ്, അതുപോലെ 3-4 ടെസ്റ്റുകൾക്ക് എഴുതുകയാണ്, എല്ലാം കൂടി ബില്ല് നോക്കുന്ന സമയത്ത് 5,860 എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരു വില കൂടുതലുള്ള. അവസാനം ഡോക്ടർ പറയും പിന്നെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരു 2 ആഴ്ച ഗുളിക കുടിച്ചു നോക്കി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. കുറച്ചു മുമ്പ് എന്നോട് എൻ്റെ ഒരു ബന്ധുവായ പിന്നെ ഒരു അളിയൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് ഇവിടെ എന്താ ടെസ്റ്റ് ചെയ്യാൻ പോയതായിരുന്നു. എക്സ്റേ എടുത്ത സമയത്ത് എന്തോ ചെറിയ തകരാറ് പോലെ പ്രശ്നം എന്തോ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ സ്കാനിങ്, നമ്മുടെ ഈ കോഴിക്കോട് ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിന് സ്കാനിങ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോ എക്സ്റേയിൽ നോക്കുന്ന സമയത്ത് കണ്ടത് കഫക്കെട്ടായിരുന്ന പോലെ, ചെറിയ കഫം ഉണ്ടായിരുന്ന പോലെ, അതാണ് എക്സ്റേ കണ്ടത്, അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. എക്സ്റേക്കും സ്കാനിങ്ങിനും ചെലവഴിച്ച പൈസ എത്ര, അദ്ദേഹത്തിന്റെ അധ്വാനം എത്ര. പക്ഷെ എക്സ്റേയിൽ ചെറിയ ഒരു കഫക്കെട്ടിന്റെ ഒരു പ്രശ്നം കണ്ട സമയത്ത് ഡോക്ടർ പറയുകയാണ് എന്തോ വലിയ പ്രയാസമുണ്ട്, എത്രയും പെട്ടെന്ന് പോയിട്ട് സ്കാനിങ് നടത്തണം. അവിടെ നമ്മൾ ചെലവാക്കിയ പൈസ ഒന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ അവിടെ നിങ്ങൾ പറയുകയാണ് 150 ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു കഫനിൽ വാങ്ങി കുടിച്ചോളി, ആ കഫ അങ്ങ് പോകുന്ന 150 ഉറുപ്പ്യാണ്. ഇവിടെ ഒരു പാരസെറ്റമോൾ കിട്ടണം 2-3 ഉറുപ്പ്യ കൊടുത്താൽ മതി, 150 ഉറുപ്പ്യക്ക് ഇത് വാങ്ങി കഴിക്കുകയാണ്. കവചപ്രാശനെ കുറിച്ച് പറഞ്ഞു 1000 ഉറുപ്പ്യ. അപ്പോ 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യവിടെ, 1000 ഉറുപ്പ്യക്ക് ഇത് വാങ്ങി കഴിക്കുക എന്നാണ്. എന്നാൽ ഒരു ആശുപത്രിയിൽ പോയിട്ട് പെട്ടെന്ന് പറയാണ് ഇപ്പൊ കെട്ടിവെക്കണം, ഒരു 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം അല്ലെങ്കിൽ 50,000 ഇപ്പൊ കെട്ടിവെക്കണം, പെട്ടെന്ന് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് അവിടെ 50,000 5 ലക്ഷം ഒന്നും പ്രശ്നമായിരിക്കൂല. കാരണം ഡോക്ടറാണ് പറഞ്ഞത്, നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. എന്തൊക്കെ സംഭവിച്ചാലും, രോഗി മരിച്ചാലും ജീവിച്ചാലും, ഇനി അയാൾക്ക് തീരെ സംസാരിക്കാൻ പറ്റാതായി പോയി കഴിഞ്ഞാലും, ഇനി അയാൾ തീരെ എണീറ്റ് നടക്ക പോലും ചെയ്യാത്ത അവസ്ഥയിലായി പോയി കഴിഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഡോക്ടറെ കുറിച്ചോ ആശുപത്രിയെ കുറിച്ചോ ഞാൻ ഒന്നും മിണ്ടൂല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഡോക്ടർ അടുത്ത പണി എടുക്കുള്ളൂ. 50,000 അല്ല 5 ലക്ഷങ്ങൾ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ കവചപ്രാശം കൊടുക്കുന്ന സമയത്ത് അത് കഴിച്ചിട്ട് മരിച്ചു പോകുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ മുമ്പിൽ മറുപടി ഇല്ല. തൽക്കാലം അവരോട് കഴിക്കേണ്ട എന്ന് പറയാൻ ഏറ്റവും നല്ലത്. കഴിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും വേറെ ഉണ്ടാവും. അത്തരം ആളുകളിലേക്ക് പോവുക. ലീഡേഴ്സ് എപ്പോഴും പറയാണ് സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. പുതിയ പുതിയ ആളുകളെ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കാം. കണ്ട ആളുകളെ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്ത് അത് ഫോളോ ചെയ്തിട്ടല്ലാതെ ഒരു മനുഷ്യനും ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടില്ല. എന്നാൽ ലിസ്റ്റ് തയ്യാറാക്കാൻ ലീഡേഴ്സ് പറയുന്ന സമയത്ത് തൽക്കാലം ഒരു പേപ്പറിൽ 5-6 ആളുടെ പേര് കുത്തിക്കുറിച്ചിട്ട് ഇതാ ലിസ്റ്റായി എന്ന് പറഞ്ഞാൽ എവിടെ എത്തൂല എന്ന് മാത്രമല്ല, ഈ 5 ആളെയും തന്നെ നമ്മൾ ഒരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ ഈ 5 ആൾക്കും അന്ന് ഒഴിവില്ലെങ്കിൽ അതോടുകൂടി നമ്മളെ ബിസിനസ് അവിടെ അവസാനിക്കും.
ലീഡേഴ്സിന്റെ സപ്പോർട്ടും കുറയും. കാരണം ഇത്തരം ആളുകളുടെ പിന്നാലെ കൂടിയിട്ട് സമയം കളയേണ്ടതില്ല എന്ന് ലീഡേഴ്സ് തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. അതേ സ്ഥാനത്ത് ഒരു 100 ആളുടെ ലിസ്റ്റ് ആക്കി അത് ലീഡേഴ്സിനെ ഇരുത്തി ഒരു 10 ആക്കി ഷോർട്ട് ചെയ്തു. ഈ കാറ്റഗറിയിൽപ്പെട്ട 10 ആളുകളെടുത്ത് ലീഡേഴ്സിനെ കൂട്ടി പോവുകയാണെങ്കിൽ 9 ആളും അന്ന് നോ പറഞ്ഞാൽ 10ാമത്തെ ഒരാളെങ്കിലും അന്ന് ബിസിനസ് ജോയിൻ ചെയ്തിരിക്കും. ഈ ഒരൊറ്റ ആള് മതിയാവും നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. അയാൾക്ക് നാളെ ഇതുപോലെ ഒരാളെ കിട്ടിയാൽ അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോലും ഈ ബിസിനസ് ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും. അത്രക്ക് അനന്ത സാധ്യതയാണ്. കൃത്യമായ ഫോളോ അപ്പ്. നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാള് മെസ്സേജ് അയച്ചു, എനിക്കിത് ബിസിനസ് തുടങ്ങേണ്ടിയിരുന്നത് ഇപ്പോ കാശ് കൊടുത്ത് വാങ്ങി നമുക്ക് വിൽക്കാൻ പറ്റുമോ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? കാരണം എന്റെ ടീമിൽ വന്നിട്ടുള്ള ഒരാളുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഇതിപ്പോ എങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടത്, നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ പറ്റുമോ? അപ്പൊ ഞാന് അപ്പൊ തന്നെ അവരുടെ ലീഡേഴ്സിനോട് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഇവരെ പോയിട്ട് ഫോളോ അപ്പ് ചെയ്യണം, അവർക്ക് ഇത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ നമ്മളൊരാളെ കണ്ട് ബിസിനസ്, കാരണം ഞാന് നേരത്തെ അവരുടെ അടുത്ത് പോയി ബിസിനസ് പറഞ്ഞു കൊടുത്തായിട്ട് വന്നതാണ്. പക്ഷെ അതിനുശേഷം അവരുടെ ഡയറക്ട് ലീഡേഴ്സ് ആരും കൃത്യമായ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഇവര് പിന്നെ കിട്ടുന്ന ആളാരെയും നോക്കിയിട്ട് അവരെ വിളിക്കുകയാണ്. അങ്ങനെ ആയിട്ട് കാര്യമില്ല. നമ്മൾ ഒരാളെ കണ്ട് ബിസിനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവരെ വീണ്ടും കണ്ട് അവരുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുത്ത് അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിരന്തരം ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾ 4 പ്രാവശ്യം 5 പ്രാവശ്യം വിളിച്ചു, ഒരു വന്നില്ല. 5ാമത്തെ ദിവസം പിന്നെ നമ്മൾ മോർണിംഗ് മീറ്റിൽ കയറാൻ പറഞ്ഞു, അതിനും കയറിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓല അവിടെ നിൽക്കട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളും അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ, അവര് മാത്രമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരാളെ ഈ ഒരു ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ബിസിനസ് ചെയ്തിരിക്കും, ഒരു സംശയമില്ല. അവർ വരുന്നില്ലെങ്കിൽ, അവർ മോർണിംഗ് മീറ്റിൽ കയറുന്നില്ലെങ്കിൽ, അവർ GTSന് വരുന്നില്ലെങ്കിൽ, അവർ പ്രൊഡക്റ്റ് എടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം കരുത്. നമ്മൾക്ക് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഈ ബിസിനസ് മനസ്സിലായ ഒരു മനുഷ്യനും ഇതിൽ നിന്ന് മാറി നിൽക്കൂല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിലൊരു 99 വെക്കാനുള്ള 100%. ഈ ബിസിനസിനെ കുറിച്ച് ഇത് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനും മാറി നിൽക്കൂല. ഇല്ലെങ്കിൽ അവർക്ക് വേറെ എന്താ ചെയ്യാനുള്ളത്? ഇപ്പൊ നമുക്കറിയാം പിന്നെ നമ്മുടെ ഇപ്പൊ മുസ്ലിം വിശ്വാസികളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് മയ്യത്ത് നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ഉസ്താദ് പറയുന്ന ഒരു വാക്കുണ്ട്, ബാധ്യതകളൊക്കെ ഉണ്ടാവും, മനുഷ്യരല്ലേ, അപ്പൊ അതുകൊണ്ട് അതൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റിയതൊക്കെ വിട്ടുകൊടുക്കുക, അല്ലാത്തതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മക്കളോട് അല്ലെങ്കിൽ സഹോദരനോട് ചോദിച്ചു വാങ്ങണം എന്ന്. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാനെങ്കിലും, നമ്മുടെ മക്കൾക്ക് നമ്മൾ ബാധ്യതയാവാതിരിക്കാനെങ്കിലും നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഐഡിയ അടിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഐഡിയ അടിച്ചിട്ടുണ്ട്, ടിക്കറ്റ് കയ്യിലുണ്ട്, പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് നടക്കുക അല്ലെങ്കിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ, അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. കൃത്യ ടൈമിന് ട്രെയിൻ പോകും. 5 മിനിറ്റോ 10 മിനിറ്റോ ട്രെയിൻ വൈകിയാലും ട്രെയിൻ പോകും. മിക്കവാറും സമയത്ത് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും. നമ്മൾ പറയുന്നതാണ് ടിക്കറ്റ് എടുത്തതാണ്, പക്ഷെ 10 മിനിറ്റ് ട്രെയിൻ ലേറ്റ് ആയ സമയത്താണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്, അപ്പൊ ഞാൻ പുറത്ത് ഇറങ്ങിയ സമയത്താണ് ട്രെയിൻ പോയത്, അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ട്രെയിൻ ഏതെങ്കിലും രീതിയിൽ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ സമയമാകുന്ന സമയത്ത് മുന്നറിയിപ്പോട് കൂടിയാണ് ട്രെയിൻ പോവുകയും ചെയ്യുക. ആ മുന്നറിയിപ്പ് നോക്കാതെ ഞാൻ ഇത്രയും സമയം ട്രെയിനിൽ ഇരുന്നതല്ലേ, ട്രെയിൻ പോകായിട്ടല്ലേ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ട്രെയിൻ പോയിരിക്കും, ടിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടാവും, നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും, ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ, എന്നാൽ ട്രെയിൻ നമ്മളെ കൂട്ടിയിട്ടേ പോകുള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നേ പറയാനുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് ഈ ബിസിനസ് ഇപ്പൊ എന്റെ ലീഡർക്ക് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഈ ബിസിനസ് സജീവമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അയാൾ ഈ ബിസിനസ് ചെയ്യുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ ലീഡേഴ്സ് ഒക്കെ എവിടെ എത്തിയിട്ടുണ്ടാവും, ഞാൻ ഇപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ പഴയ പോലെ ക്യാമറയും തൂക്കിയിട്ട് പോകേണ്ടി വരും. അല്ലാതെ ഒന്നും ചെയ്യാണ്ട് അവരവരെ പാട്ടിന് പോകും. കാരണം എന്നെ പോലെ 100 കണക്കിന് 1000 ആളുകൾ ഇതുപോലെ ഒരു അവസരം കിട്ടാൻ വേണ്ടി യാചിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്നോ എവിടേക്ക് പോകണമെന്നോ അറിയില്ല. ആളുകൾ ഇപ്പൊ നമുക്കറിയാം, നമ്മളൊന്ന് അടിവാരം മുതൽ താമരശ്ശേരി വരെ, അല്ലെങ്കിൽ ഒന്ന് കൊടുവള്ളി വരെ, കുന്നമംഗലം വരെ ഒന്ന് നോക്കിയാൽ ഒരുപാട് പുതിയ പുതിയ സ്ഥാപനങ്ങൾ ദിനേന ഉദ്ഘാടനം തുടർന്നുകൊണ്ടിരിക്കുന്നു. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് ഇത് പൂട്ടിപ്പോവുകയും ചെയ്യുന്നു.
ആളുകൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് തുടങ്ങി നോക്കുകയാണ്. ഇതുകൊണ്ടെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് 10, 15, 20 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാർ. വളരെ സങ്കടം തോന്നിയൊരു വാർത്ത ഇന്നലെ രാത്രി കേട്ടു. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു അസോസിയേറ്റ്സ് ആയിട്ടുള്ള ഒരാളുടെ കെയർ ഓഫിൽ ഒരാൾക്ക് ബിസിനസ് പറയാൻ പോയ സമയത്ത് അദ്ദേഹം അവിടെ ഇല്ല, എന്തോ വണ്ടിയിൽ ഡ്രൈവറായിട്ട് എങ്ങാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരെ വൈഫിന് ഒരുപാട് ശാരീരിക പ്രയാസങ്ങളുണ്ട്. നമ്മൾ വളരെ അടുത്തറിയുന്ന എൻ്റെ നാട്ടുകാരിയാണ് വൈഫ്. അങ്ങനെ അവർക്ക് കുറെ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അവരോട് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലും അവർ അന്ന് അവർ ഓക്കെ പറഞ്ഞില്ല, നോക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്നെ എത്തിച്ച ലീഡറുടെ ഭാഗത്തുനിന്ന് കൃത്യമായ യാതൊരു ഫോളോ അപ്പ് പിന്നെ ഉണ്ടായില്ല. 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചെങ്കിലും കാര്യമായ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്നലെ രാത്രിയിൽ കേട്ടു, ആ വീട്ടിൽ നമ്മൾ ബിസിനസ് പറയാൻ ഉദ്ദേശിച്ച് പോയ കക്ഷി അറ്റാക്ക് വന്ന് മരിച്ചു. ഇന്നലെ രാത്രി കേട്ടതാ. പെട്ടെന്ന് അറ്റാക്ക് വന്നു. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ആ പോയ സമയത്ത് എന്റെ ലീഡറുടെ ഭാഗത്തുനിന്ന് അവിടുന്ന് എന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഫോളോ അപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വെൽഹാർട്ടൊക്കെ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. മരണം എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊന്നും നമുക്കാർക്കും കണക്കാക്കാൻ പറ്റൂല. ഒക്കെ ശരിയാണ്. പക്ഷേ വഴികള്, സാഹചര്യങ്ങൾ അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എന്താണ് സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റൂല. കിട്ടിയ അവസരത്തിൽ നമ്മളിത് ഹൃദ്യമായിട്ട്, അതായത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാം. നമ്മൾ ലീഡേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഇപ്പൊ ചില ആളുകൾക്ക് ഇതിങ്ങനെ കേൾക്കും, ഒരു ചെവിയോട് കേൾക്കും, മറ്റേ ചെവിയിൽ അങ്ങോട്ട് അങ്ങനൊക്കെ എന്തൊക്കെ നമ്മൾ കേട്ടു, നമ്മൾ കുറെ കേട്ടതാണ്, ഇതിലൊന്നും ഒന്നുമില്ല, വലിയ കാര്യമൊന്നും നടക്കൂല എന്ന് കേൾക്കാം. രണ്ടാമത്തെ കേൾക്കല്, അത് കേട്ടിട്ട് അത് കേട്ട കാര്യം ഭയങ്കര സംഭവമാണ്. അതിലിങ്ങനെ 2,14,000 ആഴ്ചയെ കിട്ടുമല്ലേ, ഭയങ്കര സംഭവമാണ്. കിട്ടിയ കുറെ ആൾക്കാരുണ്ട്, അതിലൊന്നും ഒരു സംശയമില്ല. അത് കിട്ടൂട്ടോ, വെറുതെ പറയുന്നാലും കിട്ടുന്ന ഉറപ്പാണ്, എനിക്ക് ബോധ്യപ്പെട്ടിക്കെന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ അവര് കേട്ടത് വെറും ചെവി കൊണ്ട് മാത്രമാണ്. മൂന്നാമത്തെ ഒരു കേൾക്കലുണ്ട്, ഹൃദയം കൊണ്ട് കേൾക്കുക. ഹൃദയം കൊണ്ട് ആരൊക്കെ ഈ ബിസിനസ് കേട്ടോ അവര് വിജയിച്ചിരിക്കും, ഒരു സംശയമില്ല. ഇന്നത്തെ ജീവിത സാഹചര്യമൊക്കെ മാറി അവര് നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് മുമ്പിൽ ജീവിച്ചിരിക്കുന്ന കുറെ ഉദാഹരണങ്ങളുണ്ട്. വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വലിയ സമ്പുഷ്ടമത, എന്താ പറയാ, നമ്മളൊക്കെ സ്വപ്നം എന്ന് പറയും, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിയ ഒരുപാട് മനുഷ്യർ നമുക്ക് മുന്നിലുണ്ട്. ഇത് ഏതെങ്കിലും, ഇപ്പൊ ചില സമയത്തൊക്കെ പ്ലാനൊക്കെ പറയുന്ന സമയത്ത് ചിലർ ചോദിക്കും, അല്ലെ അങ്ങനൊക്കെ ലാഭം തരാൻ കഴിയും, അതെങ്ങനെ കഴിയുന്നത്? ഒരു മായാജാലം, ഒരു മന്ത്രവും ഒന്നുമില്ല ഇവിടെ. കമ്പനി പരസ്യത്തിനും ഇടനിലക്കാർക്കും വേണ്ടി ചെലവഴിക്കുന്ന കോടികൾ നമുക്ക് വീതിച്ചു തരുന്നു. നമ്മൾക്കിടയിൽ അതിന്റെ ഒരു പ്രത്യേക ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നമുക്ക് വീതിച്ചു തരുന്നു, അത്രല്ലേ ഉള്ളൂ. അത് നമുക്ക് ചിന്തിച്ചറിയാവുന്നതല്ലേ. ഈ കമ്പനി പരസ്യത്തിന് വേണ്ടി ഒരു പൈസയും ചെലവാക്കുന്നില്ല. ഇടനിലക്കാർ, ഏജന്റുമാരായിട്ട് വേറെ ആരുമില്ല, അതായത് ഡീലേഴ്സ് ആയിട്ടുള്ള വേറെ ആരുമില്ല. ഇത് നമ്മൾ കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്ന സമയത്ത് ഈ കമ്പനി ഈ 65% അല്ലെങ്കിൽ 60% നമുക്ക് വേണ്ടി മാറ്റി വെക്കുകയും അത് വീതിച്ചു തരികയും ചെയ്യുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു സോപ്പിന്റെ പരസ്യം ഏതെങ്കിലും സിനിമാ നടനോ നടിയോ പറയണമെങ്കിൽ അവിടെ ലക്ഷങ്ങളും കോടികളും അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ലക്ഷങ്ങളും കോടികളും നമുക്ക് വീതിച്ചു തരുന്ന അത്രേ ഉള്ളൂ. അങ്ങനെ കിട്ടിയിട്ടാണ് ഇവിടെ ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന ലീഡേഴ്സിനെ നമ്മൾ കാണുന്നത്. ഇത് വിത്ത് പ്രൂഫാണ്. ഒന്നും ഒരു ഉറുപ്പിന്റെ ഇവിടെ കള്ളം പറയാൻ പറ്റൂലല്ലോ. ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തത്. അതുപോലെ ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ ഒരു സംശയമില്ല, വിജയിച്ചിരിക്കും. ഇപ്പൊ ബെല്ലി സാർ പറയാണ്ട് കൊമ്പ് മുറിക്കണം എന്ന്, അങ്ങനെ കൊമ്പ് മുറിച്ചിരിക്കുന്ന ആളാണ്. എനിക്ക് പറയേ പറ്റുള്ളൂ, ഒരു രക്ഷയില്ല. അങ്ങനെ കൊമ്പ് മുറിക്കാൻ ആരൊക്കെ തയ്യാറാണോ അവര് വിജയിച്ചിരിക്കും. അതല്ല, നിലവിലുള്ള എല്ലാ തിരക്കും കഴിഞ്ഞ് ഇപ്പൊ കുറച്ചാളുകൾക്കൊക്കെ രാവിലെ 6 മണിക്ക് മോർണിംഗ് മീറ്റ് കേൾക്കാനുള്ള കാര്യമായിട്ടുള്ള തടസ്സം വേറെന്തോ എക്സസൈസിന് പോകുന്ന സംഭവം ഉണ്ടെന്ന്. ഞാൻ ചില ആളുകളോട് ചോദിച്ചു, ആ എക്സസൈസ് അതിന് 2, 3, 4 ദിവസം പോയി അത് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റൂലേ? 7 മണിക്ക് ശേഷം ചെയ്താൽ ഈ എന്തെങ്കിലും സംഭവിക്കുമോ ഈ എക്സസൈസിന്? ഒന്നുമില്ല. പക്ഷെ അതായത് നമുക്കിത് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാന പ്രശ്നം വീട്ടിൽ കുറെ പണിയും തിരക്കും കാര്യങ്ങളുമാണ്. രണ്ടാമത്തേത് എക്സസൈസ്. മൂന്നാമത്തെ ചായ ഉണ്ടാക്കേണ്ട പ്രശ്നം.
നാലാമത്തെ ജോലിക്ക് പോകേണ്ട പ്രശ്നം, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും നോക്കിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അത് അവിടെ നിൽക്കുകയുള്ളു. പിന്നെ പൈസ ഒപ്പിക്കാൻ ഒരു രക്ഷയില്ല. കടം പ്രശ്നങ്ങൾ, വീടിന്റെ പണി തീർത്തിട്ടില്ല, ലോൺ അടക്കേണ്ടിയുണ്ട്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം സംഭവങ്ങളും നോക്കി നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, നമ്മൾ വീണ്ടും വലിയ വലിയ പടുകുഴിയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഒരു സംശയമില്ല. അവസാനം എത്തിപ്പെടുന്ന കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിലക്കും നമുക്ക് കഴിയില്ല. നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ദിവസം വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായി. വയനാട് ജില്ലയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വളരെ മുതിർന്ന ഒരു നേതാവും മകനും വിഷം കഴിച്ചു. 2 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ കിടന്നു, ഇന്നലെ മരിച്ചു. അതിന്റെ വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ കുടുങ്ങി പോകുന്ന സമയത്ത് ഇനി എനിക്ക് വേറൊരു രക്ഷയും ഇല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്ന് കൈ പിടിച്ചു കൊടുക്കാൻ വേറെ ആരുമില്ല. ഇനി എനിക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവും ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ്. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ മുന്നിൽ നമ്മൾ പോയിട്ട് ഏത് വലിയ കടമാണെങ്കിൽ നിങ്ങളുടെ ആ കടം വീടാനുള്ള വഴി എന്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ നമ്മൾ ഒരാൾ തയ്യാറായാൽ, നമ്മൾ ചിന്തിച്ചു, നമ്മുടെ വീടിന്റെ ഒരു ചുറ്റുവട്ടത്തുള്ള 10 വീട് നമ്മൾ പരിശോധിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി നല്ല ജീവിതം നയിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. വെറും 10 വീട് പരിശോധിച്ചാൽ ഞാൻ പറയുന്ന ഒരു 3 വീട് മാത്രമേ ഒരുവിധം നല്ല നിലയിൽ ജീവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ബാക്കി 7 വീടും ശരിക്കും കഷ്ടപ്പാടിലായിരിക്കും. ചിലപ്പോ 10 അങ്ങനൊക്കെ തന്നെ ആയിരിക്കും. പുറത്ത് അവര് നല്ല അവസ്ഥയിലൊക്കെ തന്നെ ആയിരിക്കും, നല്ല ഇസ്തിരി സൂട്ടിലായിരിക്കും, നല്ല ഡ്രസ്സായിരിക്കും, അത്യാവശ്യം നല്ലൊരു കാറും അല്ലെങ്കിൽ ഒരുവിധം കുഴപ്പമില്ലാത്തൊരു കാറും ഉണ്ടാവാം. പക്ഷേ ആ കാറിൽ പെട്രോൾ അടിക്കാനുള്ള വക പോലും പലപ്പോഴും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ആത്മാഭിമാനം കൊണ്ട്, അല്ലെങ്കിൽ പണ്ട് ഗൾഫുകാരനായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പണ്ട് ബിസിനസ്സുകാരനായിരുന്നത് കൊണ്ട് ആ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ പോവുകയാണ്, പഴയൊരു ഫ്രെയിമിൽ. എന്നാൽ അതിന്റെ അപ്പുറം എന്ത് എന്ന് ചോദിച്ചാൽ കട്ട പുകയായിരിക്കും. അവിടെ ചെന്ന് നമ്മളൊന്ന് ഈ ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ എന്താ പ്രശ്നം? പക്ഷെ നമ്മൾ എപ്പോഴും പോകുന്നത് ഒരു ഗതിയുമില്ലാത്ത, എന്തെങ്കിലും നല്ല ഒരു ജീവിത സാഹചര്യം ഉണ്ടാവണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത, ഒരു 5000 റുപ്യ കയ്യിലില്ലെങ്കിലും ആരോടെങ്കിലും കടം വാങ്ങാൻ പോലും കഴിവില്ലാത്ത, എങ്ങനെ ചിന്തിച്ച് നമ്മൾ ഇത്രയും കാലം ഇങ്ങനൊക്കെ തന്നെ ജീവിച്ച, ഇനിയുള്ള കാലം അങ്ങനൊക്കെ തന്നെ മതി, ഇപ്പൊ കാറും മോട്ടോർ സൈക്കിളും ബൈക്കും വേറെ അങ്ങനത്തതും അതൊന്നും നമ്മക്കൊന്നും പറഞ്ഞതല്ല, നമ്മക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ എടുത്തൊക്കെയാണ് നമ്മൾ ബിസിനസ്സും പറഞ്ഞു പോണത്. ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാതെ മാസത്തിൽ പിന്നെ 1 ലക്ഷോ അല്ലെ 50,000, 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം ഒക്കെ മാസത്തിലൊക്കെ കിട്ടും എന്ന് പറയുന്ന ബിസിനസ്സും പറഞ്ഞ് നമ്മൾ പോകുന്നത് ലക്ഷം എന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകളിലേക്കാണ്. അതേ സ്ഥാനത്ത് ലക്ഷങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ കഴിയുന്ന എന്തോരം മനുഷ്യന്മാർ നമ്മൾക്കിടയിലുണ്ട്. അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്, അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളിലേക്ക് നമ്മൾ ഈ ബിസിനസ് എത്തിച്ചു കഴിഞ്ഞാൽ അവർ വളരെ സുഖമായിട്ട് ഏറ്റെടുക്കും. നമ്മൾ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും താഴെ പടുകുഴിയിലുള്ള ഒരു നിലക്കും മൈൻഡ് സെറ്റ്, അതായത് ആ ഒരു ദാരിദ്ര്യ ചിന്തയിൽ നിന്ന് മൈൻഡ് സെറ്റ് ഒരു നിലക്കും മാറ്റാത്ത ആളുകളിലേക്കാണ് നമ്മൾ ബിസിനസ്സും പറഞ്ഞു പോണത്. എന്നിട്ട് പറയും, ഞാൻ കുറെ ആളെ ചേർത്തിയിട്ടുണ്ട്, ഞാൻ ഓരോടൊക്കെ മോർണിംഗ് മീറ്റ് വെക്കാൻ പറഞ്ഞു, ഓലെല്ലാവരും ഞാൻ എല്ലാ ആഴ്ചയും വിളിച്ചു നോക്കും, ആരും വരുന്നില്ല, ഓലൊക്കെ പറയുന്നത് ഇതൊന്നും നടക്കൂല എന്നാണ്, ഒരു ഉറുപ്പിയും കയ്യിലില്ല എന്നാ പറയുന്നത്, ഫോണിൽ റീചാർജ് ചെയ്യാൻ പോലും കഴിയുന്നില്ല, പിന്നെ എങ്ങനെ നമ്മൾ മോർണിംഗ് മീറ്റ് കേൾക്കുക എന്നാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ആളുകളെ വേണ്ട, ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു 50,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റിയ, അതുപോട്ടെ 25,000 പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു ബൈക്കെങ്കിലും ഉള്ള അങ്ങനത്തെ എന്തോരം മനുഷ്യർ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനത്തെ ആളുകളിലേക്ക് പോയിട്ട് ബിസിനസ് പറഞ്ഞ്, അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളിലേക്ക് പോയിട്ട് പറഞ്ഞ് എന്തുകൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല? അങ്ങനെ നമ്മൾ മാറി ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാറ്റി നിർത്തപ്പെടും എന്നല്ലാതെ ഈ ബിസിനസ് ഒരുപാട് മുന്നോട്ട് പോകും, ഒരു സംശയവുമില്ല. 2025
1,80,00,000 അഭ്യസ്തവിദ്യരായ യുവാക്കൾ ഈ ബിസിനസ് ഏറ്റെടുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത് വെറും ഊഹാപോഹല്ല. അതായത് അഭ്യസ്തവിദ്യര ഓരോ വർഷവും പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അഭ്യസ്തവിദ്യരുടെ കണക്ക്, ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള തൊഴിലവസരങ്ങളുടെ കണക്ക്, ഇത് താരതമ്യം ചെയ്തിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഈ ചെറുപ്പക്കാർക്കൊന്നും വേറെ എങ്ങോട്ടും പോകാനില്ല. വിദേശത്തേക്ക് പോയിട്ട് കാര്യമായ സാധ്യതകളില്ല. ഇന്ത്യയിൽ തീരെ സാധ്യതയില്ല. കേരളത്തിൽ അത്രയും ഇല്ല. പിന്നെ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത്? ഇവരെന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് നമ്മൾ ചെറുപ്പക്കാര് മറ്റു പല വഴികളിലേക്കും തിരിഞ്ഞു പോകുന്നത്? വളരെ എളുപ്പത്തിൽ കാശ് കിട്ടുന്ന രീതിയിലുള്ള ചില മാർഗങ്ങളിലേക്ക് ചെറുപ്പക്കാർ തിരിയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വളരെ മോശമായ സാഹചര്യത്തിലൂടെ ജീവിക്കണമെന്നും ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് ജീവിക്കണമെന്നും ഞാനൊരു റൗഡിയായി മാറണമെന്നും ഒന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല. കാശ് വേണമെന്ന ഒരൊറ്റ ആഗ്രഹത്തിലാണ്. കാശ് ഉണ്ടാക്കാനുള്ള വഴി എന്ത് എന്ന് അവർ ചിന്തിക്കുന്ന സമയത്ത് അവരെത്തിപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടീമിലായിരിക്കും. അപ്പോ അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ വിജയിച്ചിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ നിർത്തണമെന്ന് കരുതിയത്, പക്ഷെ അങ്ങനെ പറഞ്ഞു പോയതാണ്. കാരണം ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത തന്നെ പറയാൻ തുടങ്ങിയാൽ എത്ര സമയമാണെങ്കിലും